വടകര മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ കൊയിലാണ്ടി മണ്ഡലത്തിൽ പര്യടനം നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തിനാണ് ബോംബ്? എങ്ങനെയാണ് പോസ്റ്റർ പോലെ, ബോർഡ് പോലെ, കട്ടൌട്ട് പോലെ ബോംബ് ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയാവുന്നതെന്നും ആരെ വകവരുത്താനായിരുന്നു ബോംബ് ഉണ്ടാക്കിയതെന്നും ഷാഫി ചോദിച്ചു. മനുഷ്യനെ ഒന്നായി കാണുന്ന ഒരാൾ തന്നെയാണ് ഈ രാജ്യത്തെ നയിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഓരോ വോട്ടും നിർണായകമാണ്. അത് നാടിനെ സ്നേഹിക്കുന്നവരുടെ വോട്ടായി മാറണം. രണ്ടാമത്തെ കാര്യം, സർക്കാരുകളുടെ കാര്യം ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം. പെൻഷനും ഇല്ല, ശമ്പളവും ഇല്ല, പെട്രോളിന്റെയും ഡീസലിന്റെയും ഗ്യാസിന്റെയും ഒക്കെ വില, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. ഒറ്റ കാര്യം മാത്രം ആലോചിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസവും പാനൂരിൽ ഒരാൾ ബോംബ് പൊട്ടി മരിച്ചു. ബോംബ് നിർമ്മിക്കുന്നതിനിടെ അത് പൊട്ടി ഒരു ചെറുപ്പക്കാരൻ മരിക്കുക. നാട്ടിലെ ഏതെങ്കിലും ഒരു അമ്മ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു സംഘർഷത്തിൽ മകൻ കൊല്ലപ്പെടണം? ഒരു ആക്സിഡന്റ് പോലും തന്റെ കുട്ടിക്ക് ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ മനസ്സിൽ ഈ ബോംബ് പൊട്ടി ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് എത്ര ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ് നിങ്ങൾ ആലോചിക്കുക. എന്തിനാ തെരഞ്ഞെടുപ്പ് വരുമ്പോ ബോംബ് ഉണ്ടാക്കുന്നത്? എന്തിനാ രാഷ്ട്രീയത്തിന് ബോംബിന്റെ പിന്തുണ? എന്തിനാ ജനാധിപത്യത്തിൽ ബോംബിന്റെ സ്ഥാനം? അപ്പൊ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. എന്താ തീരുമാനം? ബോംബിനേക്കാൾ ശക്തി, വാളിനേക്കാൾ ശക്തി, വെട്ടിനേക്കാൾ ശക്തി വോട്ടിനുണ്ട് എന്നുള്ളത് ഈ നാട്ടിലെ ജനാധിപത്യ സമൂഹം ഉറച്ച തീരുമാനമെടുത്താൽ തീരാവുന്ന പ്രശ്നമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഏതൊക്കെ അമ്മമാരുടെ കണ്ണുനീർ ഈ മണ്ണിൽ വീഴുമായിരുന്നു. ബോംബ് സ്വയം പൊട്ടിയപ്പോഴും അത് വേറെ കുറെ അമ്മമാരുടെ കണ്ണുനീരായി അവശേഷിച്ചുവെന്നും ഷാഫി പറഞ്ഞു. രാവിലെ തിരുവങ്ങൂർ കേരള ഫീഡ്സ് പരിസരത്ത് നിന്നാണ് കൊയിലാണ്ടി നിയോജക മണ്ഡല പര്യടനം ആരംഭിച്ചത്. കാപ്പാട്, തൂവക്കോട്, ചേലിയ, മേലൂർ, കോതമംഗലം, പെരുവട്ടൂർ, ഇല്ലത്ത് താഴെ വഴി ഓട്ട് കമ്പനി പരിസരത്ത് എത്തി. അവിടെ നിന്ന് കിടഞ്ഞിക്കുന്ന്, ചിങ്ങപുരം, തിക്കോടിത്തെരു, തച്ചങ്കുന്ന്, അയനിക്കാട്, മൂരാട് വഴി ഇരിങ്ങലിലാണ് പര്യടനം അവസാനിച്ചത്. സമഗ്ര ന്യൂസ്, തലശ്ശേരി.